നമസ്കാരം. മാർച്ച്, ഏപ്രിൽ 2026 മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ ശബരിമലയെ സംബന്ധിച്ചും കേരളത്തെ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചും വളരെ നിർണായകമായ മാസങ്ങളാണ്. ഏപ്രിൽ 22-നാണ് ഫൈനൽ ആയിട്ടുള്ള വാദം പൂർത്തിയാക്കുന്നത്. മാർച്ച് ആദ്യം തുടങ്ങി, മാർച്ച് ആദ്യം അതിൻ്റെ പ്രൊസീജിയറൊക്കെ തുടങ്ങി. ഏപ്രിൽ 22 ആകുമ്പോൾ അമിക്കസ് ക്യൂറിയുടെ അഭിപ്രായം കൂടെ എടുത്തുകൊണ്ട് വാദം അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിശ്ചിത ഇടവേളകളിൽ ശബരിമല കേസിൻ്റെ നാൾ വഴികളും അതിൻ്റെ നിയമസാധ്യതകളും ഭരണഘടനാ സാധ്യതകളും നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇപ്പോഴാണെങ്കിൽ 67ഓളം പേരാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിവിജ്വൽസ് ഉണ്ട്, NSS ഉണ്ട്, തന്ത്രിയുണ്ട്, അങ്ങനെ ഒത്തിരി ആളുകൾ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ 67 കേസുകളും കോടതി കേൾക്കും. അപ്പോൾ അവർക്ക് ചില നോട്ടീസ് കോടതി അയക്കും. കോടതി ഇപ്പോൾ നോക്കുന്നത് മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെടുത്തി ആർട്ടിക്കിൾ 25, 26 ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ മതസ്വാതന്ത്ര്യമാണ്. ആ മതസ്വാതന്ത്ര്യത്തിൻ്റെ നിലനിൽപ്പ് സാധ്യത, സസ്റ്റൈനബിലിറ്റി ഓഫ് ആർട്ടിക്കിൾ 25 and 26 വിധി പ്രസ്താവിക്കുന്ന കോടതി താഴെ പറയുന്ന പ്രധാന ഘടകങ്ങൾ ചോദ്യത്തിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 25 പ്രകാരം മതസ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയും വ്യാപ്തിയും എത്രത്തോളമാണ്, അതിൻ്റെ എക്സ്റ്റൻഷൻ എത്രയാണ്, ഡെപ്ത്നെസ് എത്രയാണ്, അതിൽ എത്രത്തോളം നമുക്ക് ഇടപെടാം. കോടതിക്ക് ചുമ്മാ കയറി എല്ലാ കാര്യത്തിനും കയറി അഭിപ്രായം പറയാൻ പറ്റത്തില്ലല്ലോ. കോടതിക്ക് ഭരണഘടനയുടെ 25-ാം വകുപ്പ് പ്രകാരം മതസ്വാതന്ത്ര്യത്തിൻ്റെ ഏത് പരിധി വരെ അതിന് പോകാം, ഏത് വ്യാപ്തിയിലേക്ക്, പരിധി പറഞ്ഞാൽ എക്സ്റ്റൻഷനിലേക്ക് പോകാം, പരപ്പിലേക്ക് പോകാം, ആഴത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ആർട്ടിക്കിൾ 26 പ്രകാരം മതവിഭാഗങ്ങൾ ലഭിക്കുന്ന അവകാശങ്ങൾ, പൊതുസമാധാനം, നൈതികത, ആരോഗ്യം എന്നിവയ്ക്ക് പുറമെ ഭരണഘടനയുടെ 3-ലെ മറ്റ് വ്യവസ്ഥകൾ പ്രകാരം എങ്ങനെയാണ്? ആർട്ടിക്കിൾ 25, 26 തന്നെ പരാമർശിക്കുന്ന മൊറാലിറ്റി എന്ന പദത്തിൻ്റെ പരിധിയും അർത്ഥവും എന്താണ്? ഇതൊക്കെയാണ് വലിയ കൺഫ്യൂഷൻ. ഓരോ പദവും ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഓരോ ജസ്റ്റിസും അവരവർക്ക് തോന്നുന്ന രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് പോകും. അവിടെയാണ് പ്രതിസന്ധി വരുന്നത്. ഭരണഘടനാപരമായ നൈതികത, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഉൾക്കൊള്ളുന്നതാണോ ഇതിനകത്ത് പറയുന്ന മൊറാലിറ്റി എന്നുള്ള വാക്ക്? ആർട്ടിക്കിൾ 25-ൽ വീണ്ടും പരാമർശിക്കുന്ന മതചടങ്ങ്, റിലീജിയസ് പ്രാക്ടീസ് സംബന്ധിച്ച് നീതിന്യായ പരിശോധന, ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ പരിധിയും വ്യാപ്തിയും എന്താണ്? എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറയുന്ന അത്യാവശ്യമുള്ള അനിവാര്യമായ മതപരമായ പ്രാക്ടീസിനെ, അങ്ങനെ പറയുന്ന പ്രാക്ടീസിൽ ഭരണഘടനയ്ക്ക് എത്ര കണ്ട് ആർട്ടിക്കിൾ 25 വെച്ച് കൈകടത്താൻ പറ്റും? ഇതാണ് ചോദ്യം. ആർട്ടിക്കിൾ 26 വെച്ച് കൈകടത്താൻ പറ്റും, അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ആർട്ടിക്കിൾ 25 2B പ്രകാരം സെക്ഷൻ ഓഫ് ഹിന്ദുസ് എന്ന പദത്തിൻ്റെ അർത്ഥം ശരിക്കെന്താണ്? ആരാണ് ഹിന്ദു? ഒരു മതവിഭാഗത്തിൽപ്പെട്ടതല്ലാത്ത ആൾക്ക് ആ മതവിഭാഗത്തിൻ്റെ ആചാരങ്ങളെ പൊതു താൽപ്പര്യ ഹർജി വഴി ചോദ്യം ചെയ്യാമോ? ഹിന്ദുവിൻ്റെ ആചാരത്തെ മുസ്ലിമിന് ചോദ്യം ചെയ്യാമോ? മുസ്ലിമിൻ്റെ ആചാരത്തിന് ഹിന്ദുവിന് ചോദ്യം ചെയ്യാമോ? ക്രിസ്ത്യാനി മാറി ചോദ്യം ചെയ്യാമോ? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ആർട്ടിക്കിൾ 25, 26 ഭാഗമായി ഇന്ത്യൻ ഭരണഘടനയുടെ ഈ 9-അംഗ ബെഞ്ച് ചോദിക്കും. ഇനിയുള്ള രസകരമായ കാര്യം, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ. 14 പറയുന്നത് ഈക്വാളിറ്റി ബിഫോർ ലാ, എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ തുല്യരാണ്. എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ തുല്യരാണെന്ന് പറയുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുള്ളത്, അത് ഭരണഘടനയിൽ പറയുന്നത് ആ നിയമത്തിൻ്റെ മുന്നിൽ കാസ്റ്റോ, ക്രീഡോ, സെക്സോ, ജെൻഡറോ ഒന്നും നോക്കാതെ എല്ലാവരും തുല്യരാണ്. ഇന്ത്യൻ പൗരനാണോ അവർക്കൊരു തുല്യതയുണ്ട്. ഇതിൽ സെക്സ് അല്ലെങ്കിൽ ജെൻഡർ കൂടി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പറ്റില്ല. ഇതാണ് ചോദ്യം ചെയ്യുന്ന, അതായത് ശബരിമലയിലേക്ക് ചോദ്യം ചെയ്യുന്ന ഒരു വിഷയം. അപ്പോഴും വീണ്ടും മുന്നിൽ വരുന്ന ഒരു നൈതിക വിഷയം, ഒരു ധാർമ്മിക വിഷയം, ഒരു റിച്വൽസ് പരമായ ഒരു വിഷയം. ഈ ആർട്ടിക്കിൾ 25, 26 തന്നെ പറയുന്നുണ്ട്, മതപരമായ കാര്യങ്ങളിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് ആയിട്ട് എടുക്കാം നമുക്ക്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിട്ട് എടുക്കാം, രണ്ടുപേർക്കും എടുക്കാം. കാര്യം കൺകറൻറ്റ് ലിസ്റ്റിലാണ് ക്ഷേത്രം കിടക്കുന്നത്. ക്ഷേത്രം കൺകറൻറ്റ് ലിസ്റ്റിൽ കിടക്കുന്നത് കൊണ്ട് സ്റ്റേറ്റിനും സെൻട്രലിനും ചിന്തിക്കാം. ആ സ്റ്റേറ്റിന് അതിൻ്റെ മൊറാലിറ്റിയെയും അതിൻ്റെ റിച്വൽസിനെയും ഉപദ്രവിക്കുന്നുണ്ടോ എങ്കിൽ അത് സംരക്ഷിക്കുവാനുള്ള ബാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം, ശബരിമലയിൽ ഇത് സംരക്ഷിക്കപ്പെടണമെന്നൊരു നിയമം ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട്, ഭരണഘടനയിൽ
ഈ റിലീജിയസ് പ്രാക്ടീസിനും മതപരമായ സ്വാതന്ത്ര്യവും പറഞ്ഞിരിക്കുന്നത് കൊണ്ടും ആർട്ടിക്കിൾ 14 വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇനീക്വാളിറ്റി പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടും സെൻട്രൽ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഒരു നിയമം കൊണ്ടുവരാം. അതേത് വെച്ചുകൊണ്ട് ആർട്ടിക്കിൾ 25 വെച്ചുകൊണ്ട് തന്നെ ഇടപെടാം. ആർട്ടിക്കിൾ 25, 26 വെച്ചുകൊണ്ടാണ് പിന്നെ നമ്മുടെ സുപ്രീം കോടതി ഇതിനകത്ത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പോകുന്നത്, 14 കൂടെ ചേർത്തിട്ട്. അപ്പോൾ 14ൻ്റെ വശങ്ങൾ നോക്കും, 25, 24 റിലീജിയസ് പ്രാക്ടീസസ് അത് നോക്കും. അത് നോക്കുമ്പോൾ അതേ ചട്ടക്കൂടിൽ തന്നെ അതേ ആർട്ടിക്കിൾ വെച്ച് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം, സ്റ്റേറ്റിന് എന്ത് ചെയ്യാം, ഇത് റിച്വൽസിനെയും മൊറാലിറ്റിയെയും ബാധിക്കുന്നതാണോ, ആണെങ്കിൽ സ്റ്റേറ്റിന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഈ ക്ലോസ് എടുത്തുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് ആക്ട് ചെയ്യണം. അങ്ങനെ പുതിയ നിയമം ഭേദഗതി കൊണ്ടുവരണം. കാരണം വളരെ കൃത്യമായൊരു ചോദ്യമുണ്ട്, വളരെ രസകരമായൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യനാണ് ഇന്ത്യയിൽ. നിയമവിദഗ്ധരും പൊതുസമൂഹവും വളരെ ധാർമ്മികമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അല്ലാതെ ചുമ്മാ ചന്തവർത്താനം പോലെ CPM-ന് 4 വോട്ട് കിട്ടുമോ, കോൺഗ്രസിന് 4 വോട്ട് കിട്ടുമോ, BJP-ക്ക് 4 വോട്ട് കിട്ടുമോ, സംഘപരിവാറിന് വോട്ട് കിട്ടുമോ എന്ന് നോക്കിയിട്ടല്ല ഇതിൻ്റെ നിയമവശം പരിശോധിക്കേണ്ടത്. വളരെ കൃത്യമായി, വളരെ ഷാർപ്പായി നിയമവിദഗ്ധരും സാമൂഹ്യ വിദഗ്ധരും കൂടി ഇരുന്ന് സാമൂഹ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ താല്പര്യമുള്ളവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് ആ രാജ്യത്തിൻ്റെ പ്രധാനം, തർക്കമില്ല. അമേരിക്കയിലെ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറയുന്ന പാർട്ടാണ് ഇന്ത്യയിൽ എടുത്തിട്ടുള്ളത്. അതിന് സ്റ്റേറ്റിന് ഇടപെടുന്നതിന് കുറേ അധികം പരിമിതിയുമുണ്ട്, എന്നാൽ സാധ്യതയുമുണ്ട്. വളരെ രസകരമാണ്, ഇതിൻ്റെ കോംപ്ലക്സ് ആണ് ഇതിൻ്റെ കാര്യങ്ങൾ. അങ്ങനെ പറയുമ്പോൾ സുപ്രീം കോടതിക്ക് ഇതിൽ ഇടപെടുമ്പോൾ ആചാരമാണോ മുന്നിൽ നിൽക്കേണ്ടത്, ഭരണഘടനയാണോ മുന്നിൽ നിൽക്കേണ്ടത്? ഭരണഘടനയാണ് മുന്നിൽ നിൽക്കേണ്ടതെങ്കിൽ ആർട്ടിക്കിൾ 14 നമുക്ക് ബൈൻഡിങ് ആയിട്ട് എടുത്താൽ, ആർട്ടിക്കിൾ 25 ബൈൻഡിങ് ആയിട്ട് എടുത്താൽ ആചാരത്തെ എങ്ങനെ സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ട് പോകും എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ആചാരം തീരുമാനിക്കുന്നത് ആര്? അടുത്ത ചോദ്യം. ആചാരം തീരുമാനിക്കുന്നത് ഹിന്ദു ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം, താന്ത്രിക വിദ്യ അനുസരിച്ചുള്ള ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്ത്രിയും മേൽശാന്തിയും അങ്ങനെ ഒരു വലിയ സഭയാണ്. അതൊരു വ്യക്തിക്ക് കൊടുക്കാമോ? ഇന്ത്യൻ ഭരണഘടന ഒരു വശത്ത് നിൽക്കുമ്പോൾ, ഭരണഘടനയുടെ തത്വങ്ങൾ നിൽക്കുമ്പോൾ, ഭരണഘടന എല്ലാവർക്കും തുല്യത പറയുമ്പോൾ, ഒരു വിഭാഗം ആളുകൾക്ക് ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്ന് അവർ അവകാശപ്പെടുമ്പോൾ അവിടെയാണ് വിഷയം. കാര്യം പണ്ട് കാലത്ത് ശബരിമലയിൽ ആരും പോയിരുന്നില്ല, വല്ലപ്പോഴും സ്ത്രീകൾ പോകുന്നില്ല, അല്ലാതെ പോയിരുന്നില്ല, അതുകൊണ്ട് തർക്കവുമില്ലായിരുന്നു. ഇപ്പോൾ പോകണമെന്നുള്ള ഡിമാൻഡ് വന്നു, അപ്പോൾ തർക്കവും വരുന്നു. അപ്പോൾ എന്താണ് പ്രാക്ടീസ്? കീഴ്വഴക്കങ്ങൾ എന്താണ്? കോടതിക്ക് അത് എടുക്കാൻ പറ്റുമോ ഭരണഘടനയ്ക്ക്? അടുത്ത ചോദ്യം. നാട്ടിലെ കീഴ്വഴക്കങ്ങൾ ഭരണഘടനയ്ക്ക് എടുക്കണമെങ്കിൽ വീണ്ടും നിയമമാകണം. ആര് നിയമമാക്കണം? ഇത്ര രസകരമായ മനോഹരമായൊരു ഡിബേറ്റാണിത്. ഇതിനെ ഒരുമാതിരി ചന്തവർത്താനമാക്കി കൊണ്ടുപോയാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നതനുസരിച്ച് അതിന് താഴെയാണ് എല്ലാവരും, തർക്കമില്ല. പക്ഷേ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കസ്റ്റംസ്, റിച്വൽസ്, പ്രാക്ടീസസ് ഏത് നിയമത്തിൻ്റെ താഴെ വരും? അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ഏത് ലെവൽ വരെ പോകാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഇതിന് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിയമമുണ്ടാക്കാമെന്ന് പറയുന്നു. അവിടെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റാണ് കൂടുതൽ ഇതിനകത്ത് ഇടപെടേണ്ടത്. കാര്യം ഭരണഘടനാ വിഷയങ്ങളായതുകൊണ്ട്. അങ്ങനെ വന്നാൽ ഈ സ്റ്റേറ്റിൻ്റെ റോൾ എന്താണ്? സ്റ്റേറ്റ് മീൻസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റോൾ എന്താണ്? ഭരണഘടനയുടെ റോൾ എന്താണ്? 14, 25, 26 തമ്മിലുള്ള കോറലേഷൻ എങ്ങനെയാണ് കോടതി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പോകുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് വരാനിരിക്കുന്ന വിധി. നല്ല ഡിബേറ്റ് നടക്കട്ടെ. ഇതിനിടയിൽ സുഭാഷിതം ചാനലും അത്യാവശ്യം ഈ വിഷയങ്ങളിൽ വീഡിയോകൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യുന്നതാണ്.